ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഓയിലും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ പറ്റുന്ന ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ നല്ലെണ്ണ, 1 ലിറ്റർ വെളിച്ചെണ്ണ, ഒരു പിടിയോളം നമ്മുടെ മഞ്ഞൾ, പച്ചമഞ്ഞളാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം ഉലുവ, പിന്നെ ഒരു തണ്ട് കറ്റാർവാഴ. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ആ കറ്റാർവാഴയുടെ ഉള്ളിലത്തെ ആ ജെല്ലൊന്ന് വേർതിരിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതേ കറ്റാർവാഴ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ 2 സൈഡും ആ 2 സൈഡിലുള്ള മുള്ളുകളൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇതേപോലെ അതിൻ്റെ മുകളിലത്തെ ആ തൊലി ഭാഗം മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലത്തെ തൊലി ഭാഗം മുഴുവൻ മുറിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് നമ്മുടെ ജെല്ല് എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ബാക്കിയെല്ലാ പീസിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ ജെല്ല് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ആ ജെല്ലെല്ലാം കൂടിയിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മഞ്ഞളിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഉലുവയും അതേപോലെ തന്നെ കറ്റാർവാഴ മിക്സും നമ്മൾ റെഡിയാക്കി വെക്കുക. ഇനി ഇതേ നമ്മളിതാ നല്ലൊരു ചീനച്ചട്ടി, നല്ല വലുപ്പത്തിലുള്ളൊരു നല്ല കുഴിയുള്ളൊരു ചീനച്ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഓയിൽ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നല്ലെണ്ണയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. നമ്മൾ എണ്ണ കാച്ചി വരുമ്പോൾ എണ്ണ നല്ലപോലെ പതഞ്ഞ് പൊന്തി വരും. അപ്പോൾ അത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പമുള്ള ഒരു പാൻ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓയിൽ മുഴുവൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കുക, പാത്രത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഞാനിതേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, നമ്മുടെ കറ്റാർവാഴയും മഞ്ഞളും ചേർത്തിട്ടുള്ള ആ അരപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്ത വശം അതിങ്ങനെ മുകളിൽ ഇങ്ങനെ കട്ട പിടിച്ച് കൊടുക്കും. ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ എണ്ണയിലേക്ക് നല്ല പോലെ യോജിച്ച് കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കറ്റാർവാഴ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം അതിൻ്റെ ഒരു യെല്ലോ പോർഷൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചരിച്ച് വെക്കണം. അങ്ങനെ ചരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ യെല്ലോ പോർഷൻ ഒന്ന് പോയി കിട്ടും. ആ യെല്ലോ പോർഷനും കൂടി ഉണ്ടെങ്കിൽ ചിലർക്ക് അതൊരു അലർജിക്കാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ വീണ്ടും അതിലേക്ക് നമ്മുടെ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ ആ ഫുള്ള് കട്ടയായിട്ട് കിടന്നതൊക്കെ ഒന്ന് മാറി നല്ല പോലെ എണ്ണയിലേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ എണ്ണ അവിടെ വെച്ചിട്ട് വേറൊരു പണിക്കും പോകരുത്, ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. കാരണം ഇത് തിളച്ച് പൊന്തി വരും. അതേപോലെ തന്നെ അടി പിടിക്കാതെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ രണ്ടാമത്തെ ഒരു സ്റ്റേജാണത്. അപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ മിക്സ് ചെയ്തത് നല്ല പോലെ മുകളിൽ ഇങ്ങനെ പൊന്തി വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി നല്ല പോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഇതാ വീണ്ടും നല്ല പോലെ ഇതാ തിളച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്, പതഞ്ഞ് പൊന്തി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് താന്ന് പൊക്കോളും. അതല്ല, അങ്ങനെ താന്ന് പോയില്ലെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അത് താഴേക്ക് പതഞ്ഞ് പൊന്തി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ആ പതയൊക്കെ മാറി ചെറിയ രീതിയിലുള്ളൊരു പത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാ പതകളും നല്ല പോലെ
നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി അത് നമുക്ക് നല്ലപോലെ മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഓയിലടിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള നമ്മുടെ അരപ്പിൻ്റെ ഒക്കെ ആ ഒരു ചണ്ടി അത് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല പോലെ ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഉലുവയുടെ ഒരു കഷ്ണം കടിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ റെഡിയാണ്. അപ്പോൾ അതേ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഞാനത് നല്ല പോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കുപ്പിയിലേക്ക് പകർത്തുന്നത്. നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഒരു ഫണൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു അടിയിലുള്ള ആ ഒരു തരി ഒന്നും കുപ്പിയിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ അടിപൊളി ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അടിപൊളിയാണ്. ഞാനിപ്പോൾ എൻ്റെ 6 മാസം പ്രായമുള്ള എൻ്റെ മോൾക്ക് 6 മാസം മുതൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അവൾക്കിപ്പോൾ ഒരു 11 മാസം ആയിട്ടുണ്ട്. അപ്പോൾ 6 മാസം മുതലേ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്